നാലുകെട്ട് എം.ടി. വാസുദേവൻ നായർ ഭാഗം 15. വീട്ടിൽ വലിയമ്മാമയും കുട്ടമ്മാമയും തമ്മിൽ വഴക്ക് ഒരു സാധാരണ സംഭവമായി. ഭാഗിക്കാൻ വലിയമ്മാമ തയ്യാറില്ല. കൃത്യമായി ചെലവിന് നെല്ല് കൊടുക്കാറില്ല. വലിയമ്മയുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൊല്ലപരീക്ഷയുടെ ഫലം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞു. അപ്പുണ്ണി പാസ്സായിരിക്കുന്നു. മാർക്കുകൾ അറിയില്ല. ഫസ്റ്റ് ആവാനിടയില്ല. എങ്കിലും സെക്കൻഡ് ആവുമെന്ന് ഉറപ്പുണ്ട്. കൃഷ്ണൻകുട്ടി വാര്യരായിരിക്കും ഫസ്റ്റ്. ജയിച്ച വിവരമറിഞ്ഞു വന്നപ്പോൾ അമ്മിണിയെടുത്തി ചോദിച്ചു, അപ്പുണ്ണി പാസ്സായില്ലേ? പാസ്സായി. ഹായ്, എത്രാമനാ? അതറിയില്ല. ഒന്നാമനാവും അപ്പുണ്ണി. ആവട്ടെ. എന്നാൽ ഒരു സമ്മാനം കൂടി കിട്ടും. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് പ്രൊഫിഷ്യൻസി പ്രൈസ് കിട്ടി. നോട്ടീസ് ബോർഡിൽ പേര് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. നിറഞ്ഞ സദസ്സ്. സമ്മാനദാനം വരുന്നതും കാത്തിരുന്നു. മൈക്കിലൂടെ അവൻ്റെ പേർ വിളിച്ചപ്പോൾ മതി മറന്നുപോയി. വി അപ്പുണ്ണി. ലോകം മുഴുവൻ ആ ശബ്ദം എത്തിയെന്ന് തോന്നി. ആളുകൾക്കിടയിലൂടെ നടന്നുപോയി സമ്മാനം വാങ്ങി. കട്ടിയുള്ള ചട്ടയും അതിലൊരു താടിക്കാരൻ്റെ പടവുമുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം. അപ്പുണ്ണി കേമനാവും. അമ്മിണിയെടുത്തി പരിഹസിക്കുകയാണോ? അല്ല, അതൊരനുഗ്രഹിക്കലാണെന്ന് അവന് തോന്നി. പഠിച്ചു പാസ്സായി വലിയ ഉദ്യോഗമൊക്കെ ആവുമ്പോൾ അവർ തുടർന്നില്ല. അവൻ്റെ മുഖത്ത് അവരുടെ കണ്ണുകൾ പതിഞ്ഞിട്ടുണ്ടെന്ന് മിഴി ഉയർത്താതെ തന്നെ മനസ്സിലായി. കർക്കിടകത്തിലെ കറുത്ത ഒരു രാത്രി. എണ്ണ വറ്റി തെക്കിനിയിലെ നിലവിളക്ക് കെട്ടുപോയിരുന്നു. മീനാക്ഷി എടത്തിയുടെ പണി കഴിഞ്ഞിട്ട് വേണം അവരുടെ ചിമ്മിനി വിളക്കൊന്ന് വാങ്ങാൻ. ഊണ് കഴിഞ്ഞ് അവൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ കിഴക്കേ ഇറയത്ത് വന്നിരുന്നു. വലിയ മാമ അന്ന് സ്ഥലത്തില്ല. ഗുരുവായൂർ തൊഴാൻ പോയിരിക്കുകയാണ്. പിറ്റേന്നേ വരൂ. മാസത്തിലൊരിക്കൽ മുടങ്ങാതെ ഗുരുവായൂർക്ക് പോകും. പത്തായപ്പുരയിൽ വെളിച്ചമൊന്നുമില്ല. അമ്മമ്മ സന്ധ്യയ്ക്ക് തന്നെ വല്ലതും കഴിച്ച് കിടന്നുറങ്ങും. മഴക്കാലമായാൽ വാദത്തിൻ്റെ ഉപദ്രവം അധികമാണ്. വലിയമ്മയും മക്കളും ഊണ് കഴിഞ്ഞ് മുകളിൽ പോയിരിക്കുന്നു. അടുക്കളയിൽ മീനാക്ഷി എടുത്തിയും ആളവും എന്തെങ്കിലും പണിയെടുക്കുകയാവും. പാടത്ത് നിന്ന് നനവുള്ള കാറ്റ് അടിച്ചു വരികയാണ്. അപ്പുണ്ണി ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് എന്തെല്ലാമോ ആലോചിച്ചിരുന്നു. അപ്പോൾ അമ്മിണിയെടുത്തി അടുത്തു വന്നു. അപ്പുണ്ണി ഇരുന്നുറങ്ങുക? അവൻ ഒന്ന് ഞെട്ടി. ആളടുത്തെത്തിയത് അറിഞ്ഞില്ല. ശബ്ദമേ കേട്ടുള്ളൂ. വിളക്ക് കിട്ടിയില്ലേ? ഇല്ല അച്ഛല്ല. പത്തായപ്പുരയുടെ മുകളിൽ വിളക്ക് കത്തിച്ചു തരാം. വേണ്ട. ആ പത്തായപ്പുരയിൽ അവൻ കയറിയിട്ടില്ല. കയറാൻ ആഗ്രഹവുമില്ല. എന്താ വേണ്ടാന്ന്? വായന മതിയാക്കിയോ? സൗകര്യത്തിന് വേണ്ടി അവൻ പറഞ്ഞു. എന്താ ഉറങ്ങാത്തത്? ഉറങ്ങാറായില്ല. അപ്പുണ്ണി എന്തേ പുസ്തകത്തിലെ കഥയൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയാത്ത? അതിൽ കഥയൊന്നുമില്ല. അമ്മിണിയെടുത്തി അടുത്തിരുന്നു. നോണ. പറക്കണ കുതിരമ്പയിൽ പോയ രാജകുമാരൻ്റെയും കഥയില്ലേ? അതന്നെ ഉള്ളൂ. പറക്കണ കുതിരയുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ഇല്ലേ അപ്പുണ്ണി? വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴേ വേണ്ടിയിരുന്നു. അപ്പുണ്ണിക്ക് തമാശ തോന്നി. 10-18 വയസ്സായ പെണ്ണാണ് അമ്മിണിയെടുത്തി. എന്നിട്ടും ചെറിയ കുട്ടികളെ പോലെയാണ് ആലോചിക്കുന്നത്. അതൊക്കെ കഥയിലല്ലേ? അപ്പുണ്ണി നിസ്സാരഭാവത്തിൽ ചോദിച്ചു. നിക്ക് ഉണ്ണിയുടെ കഥ അറിയാലോ. അപ്പുണ്ണിക്ക് അറിയുമോ? ഏതുണ്ണി? വടക്കമ്പാട്ടിലെ ഉണ്ണിയുടെ കഥ അമ്മിണിയെടുത്തിക്കറിയാം. ഉണ്ണി ഒരാണിനെ മുടിക്കുള്ളിൽ ഒളിപ്പിച്ചു നിർത്തി. അരയ്ക്ക് വെള്ളത്തിൽ മുടിയഴിച്ചിട്ട് നിന്നുകൊണ്ട്. അമ്മിണിയെടുത്തിക്ക് ഒരുപാട് തലമുടിയുണ്ട്. അവർക്കൊരാളെ വേണമെങ്കിൽ ഒളിപ്പിച്ചു നിർത്താം. രാത്രി ആങ്ങളമാർ പോയപ്പോൾ ഉണ്ണിയുടെ മുറിയിൽ അയാൾ ചെന്നു. രാവിലെ പാണൻ്റെ വേഷത്തിൽ രക്ഷപ്പെട്ടു. കഥ അവന് ഇഷ്ടമായി. അതിലൊരു ഭാഗം മലയാള പുസ്തകത്തിൻ്റെ ശ്ലോകത്തിലുണ്ട്. പാടത്തു നിന്നുള്ള തണുത്ത കാറ്റ് വീണ്ടും ഒരിക്കൽ അടിച്ചു കയറിയപ്പോൾ തണുപ്പ് ശരീരത്തിനകത്തേക്ക് തുളച്ചു കയറി. എന്ത് തണുപ്പാ? അമ്മിണിയെടുത്തി പറഞ്ഞു. കുപ്പായ ഇടാതിരിക്കുമ്പോൾ തണുക്കണില്ലേ? ഈ അയ്യപ്പൻ എങ്ങനെയാ തൊഴുത്തിൻ്റെ ഇറയത്ത് കിടക്കണത് തണുത്തിട്ട്? അപ്പുണ്ണിയുടെ ചുമലിൽ അമ്മിണിയെടുത്തിയുടെ ശരീരം മുട്ടിയുരസി. അവരുടെ കൈ തട്ടുമ്പോൾ ചൂടുണ്ട്. അപ്പുണ്ണിക്ക് നല്ല സുഖം. കോണിമുറിയിൽ ശകരം തണുക്കില്ല, ജനലും വാതിലും അടച്ചു കിടന്നാൽ. അപ്പോൾ അവൻ ഒരു തമാശ എന്നോണം പറഞ്ഞു. എന്നാ മോളിൽ കുട്ടിയറയിൽ മഴക്കാലം കഴിയണ വരെ കിടന്നോളൂ. മുകളിലെ ജനാലയൊന്നുമില്ലാതെ ഒരു ഇരുണ്ട കുട്ടിയറയുണ്ട്. ഉടഞ്ഞ പാത്രങ്ങൾ, ചൂലുകൾ, പൊളിഞ്ഞ പന്നി, പുറത്തു ചാടിയ കോസറി, ഇതെല്ലാം വയ്ക്കുക അതിലാണ്. കൊല്ലത്തിലൊരിക്കൽ കാരണവന്മാർക്കുള്ള പൂജ നടത്തുന്നതും അതിലാണ്. അമ്മിണിയെടുത്തി നനുത്ത ശബ്ദത്തിൽ ചിരിച്ചു. നിക്ക് പേടിയാവില്ലേ? എന്താ അത്ര പേടിക്കാൻ? പൊറേമാനും നാരായണമാനും ഒക്കെ വരും. പൊറേമാൻ, നാരായണമാൻ, പിന്നെ വേറെയും ചിലരുണ്ട്. എല്ലാം മരിച്ചുപോയ കൂട്ടരാണ്. അവരെപ്പറ്റി പല കഥകളുമുണ്ട്.
നാരായണമ്മാനെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര വെറുപ്പും അറപ്പും തോന്നും. അയാൾ ഒരു മരുമകളെ ചവിട്ടി കൊന്നിട്ടുണ്ടത്രേ, വളരെ വളരെ പണ്ട്. ആ മരുമകളുടെ പ്രേതം അത് ഓർക്കുമ്പോൾ ധീരനാണെന്ന് സ്വയം ധരിപ്പിക്കാറുണ്ടെങ്കിലും അപ്പുണ്ണിക്ക് ഭയം തോന്നും. ഒരു ചവിട്ട്, വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോരയൊഴുകുക. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവൾ എന്താണ് തെറ്റ് ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല. വളരെ മുമ്പ് നടന്ന കാര്യമാണ്. കാരണം പറയുന്നത്, ഓ അതെങ്ങനെ വിശ്വസിക്കും? ചോറിൽ തലനാരി കണ്ടതുകൊണ്ട് ആളെ ചവിട്ടിക്കൊല്ലാമോ? അതാവില്ല. അതിലും വലിയ തെറ്റ് ചെയ്തിരിക്കും. കോണിമുറിയിൽ കിടക്കുമ്പോൾ പേടിയാവില്ലേ? അമ്മിണിയെടുത്ത് ചോദിച്ചു. എനിക്കൊരു പേടിയില്ല. ഉശിരൻ തന്നെ. രാത്രി പൊറേമാൻ്റെ പ്രേതം വന്ന് കഴുത്തി പിടിക്കട്ടെ, അപ്പുണ്ണി നിസാര ഭാവത്തിൽ പറഞ്ഞു. പിന്നില്ലേ, അത്ര ഉശിരുണ്ടോ? രാത്രി ഞാൻ പേടിപ്പെടുത്തി നിലവിളിപ്പിക്കുന്നുണ്ട്. അവൻ്റെ കഴുത്തിലൂടെ അമ്മിണിയെടുത്തി കൈയിട്ടപ്പോൾ വല്ലാതായി. അവരുടെ വസ്ത്രങ്ങൾക്ക് നല്ല സോപ്പിൻ്റെ മണമുണ്ട്. കൈത്തണ്ട കൊണ്ട് കഴുത്തൽപ്പം അമർത്തി അമ്മിണിയെടുത്തി ചോദിക്കുകയാണ്, പേടിയില്ലേ? പേടിയില്ലേ? അപ്പുണ്ണിയുടെ മേനി കോരിത്തെരിച്ചുപോയി. തെക്കിനിയിലേക്ക് ഒരു വെളിച്ചം വന്നു. മാളുവാണ്. അമ്മിണിയെടുത്തി എടുത്തു. അമ്മിണിയെടുത്തി പിറകെ മീനാക്ഷിയെടുത്തിയുമുണ്ട്. അമ്മിണിയെടുത്തി വേഗം കഴുത്തിൽ നിന്ന് കൈയെടുത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ദാ വരണോ, നീ ആ പത്തായപ്പരുടെ വാതിലടച്ച് അരമന ഇറ്റിക്ക. മീനാക്ഷിയെടുത്തി അപ്പുണ്ണിയെ കണ്ടപ്പോൾ ചോദിച്ചു, ആ നീ കിടന്നില്ലേ? വായന ഇനി വേണ്ടെന്ന് അപ്പുണ്ണി നിശ്ചയിച്ചു. കിടക്കുകയായി. വേഗാട്ടെ, നിക്കി വാതിലൊക്കെ ഒന്നടച്ച് ഒരു ഭാഗത്ത് ചെന്ന് കിടക്കണം. കോണിമുറിയിലെത്തി അപ്പുണ്ണി പായ തപ്പിയെടുത്തു. അവിടെ വെളിച്ചമില്ല. വെളിച്ചമില്ലാതെയാണ് നിത്യവും പായ വിരിക്കുന്നത്. വെറും പായ മാത്രമേയുള്ളൂ, പുതയ്ക്കാനൊന്നുമില്ല. ചെറിയ നിലവിളക്കുമായി അമ്മിണിയെടുത്തി കോണി കയറാൻ വന്നു. കൂടെ മാളുവുമുണ്ട്. മാളുവാണിപ്പോൾ തുണക്കി കിടക്കാറ്. മോളില് ഓവില് വെള്ളമുണ്ടോ മാളുവോ? ആവോ, ഒരു തമല വെള്ളമെടുത്തോ. മാളു വെള്ളമെടുക്കാൻ പോയപ്പോൾ അമ്മിണിയെടുത്തി അരുകിൽ സ്ഥലമുണ്ടായിട്ടും അവനെ കവച്ചു വെച്ച് കോണിപ്പടി പിടിച്ചു നിന്നു. കൊച്ചു നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ അവരുടെ മുഖം മാത്രം തെളിഞ്ഞു കാണാം. താഴെ ഇരുട്ടിൽ കിടക്കുന്ന അപ്പുണ്ണി ഉറങ്ങിയോ എന്ന് അവർ സൂക്ഷിച്ചു നോക്കി. അപ്പുണ്ണി പെട്ടെന്ന് കണ്ണടച്ചു കിടന്നു. കള്ളുറക്കാണല്ലേ? അവൻ അനങ്ങിയില്ല. രാത്രി ഞാൻ പിടിയട്ടാൻ വരുട്ടോ. മാളു വെള്ളവുമായി വന്നു. അവർ കോണി കയറിപ്പോയി. നേരെ മുകളിലത്തെ ഒഴിഞ്ഞ മുറിയിലാണ് അവർ കിടക്കുന്നത്. അമ്മായി ഉള്ളപ്പോൾ മാത്രമേ അമ്മിണിയെടുത്തി പത്തായപ്പുരയുടെ മുകളിൽ കിടക്കൂ. മുകളിൽ നിന്ന് കാലൊച്ച കേൾക്കാം. ഓവറയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. കുറെ കഴിഞ്ഞ് കട്ടിലിൻ്റെ ശബ്ദം. തട്ടു വളരെ താഴ്ന്നതുകൊണ്ട് ഓരോ അനക്കവും താഴെ കേൾക്കും. കട്ടിൽ വീണ്ടും ശബ്ദിച്ചു. കട്ടിലിലായിരിക്കാം അമ്മിണിയെടുത്തി. താഴെ മാളുവും. അപ്പുണ്ണിക്ക് ഉറക്കം വന്നില്ല. തുറന്ന ജനാലയിലൂടെ അപ്പോഴും തണുതണുത്ത കാറ്റ് കടന്നു വരുന്നുണ്ട്. ദൂരെ എവിടെയെങ്കിലും നല്ല മഴ പെയ്യുന്നുണ്ടാവണം. ജനാലയുടെ അഴികൾക്കിടയിലൂടെ നോക്കുമ്പോൾ തൊഴുത്തും അതിനു പിറകിലെ അയിനിമരത്തിൻ്റെ കൊമ്പുകളും ഇരുട്ടിൽ നിഴൽ പോലെ കാണാം. തണുപ്പ് തോന്നിയപ്പോൾ എഴുന്നേറ്റ് ജനാല അമർത്തി അടച്ചു. ആകെ ഇരുട്ട്. ഭയം തോന്നിയില്ല. തൊട്ടുമുകളിലെ മുറിയിലാണ് അമ്മിണിയെടുത്തിയും മാളവും. എതിർവശത്തെ ഇടനാഴി കിടന്നാലുള്ള മുറികളിൽ വലിയമ്മയും മക്കളുമുണ്ട്. താഴെ വടക്കിനിക്കടുത്തുള്ള മുറിയിൽ നിന്ന് കൂർക്കമലി കേൾക്കാം. കണ്ണടച്ചു കിടന്നു. ഇരുട്ടും തണുപ്പുമുള്ളപ്പോൾ ഉറങ്ങാനാണ് സുഖം. പുതയ്ക്കാനൊന്നുമില്ല. മഴ ചാറിത്തുടങ്ങിയാൽ അമ്മ പുതപ്പിക്കും. വല്ലാതെ തണുപ്പുള്ളപ്പോൾ പിടിച്ചു പൂട്ടിക്കിടക്കും. അത് മുമ്പായിരുന്നു. വളരെ വളരെ വർഷങ്ങൾക്ക് പുറത്ത് നടന്ന സംഭവങ്ങളായാണ് അത് തോന്നുന്നത്. അമ്മയെപ്പറ്റി അറിയാതെ ആലോചിച്ചു പോയി. ആകെ മനസ്സ് അസ്വസ്ഥമായി. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കരുത്. അവൻ മുറുകെ കണ്ണുകൾ ചിമ്മിക്കിടന്നു. ഉറക്കം കണ്ണുകളിലേക്ക് നുഴഞ്ഞു കയറുകയായി. മേഘങ്ങളുടെ കൂട്ടത്തിനിടയിലേക്ക് ഉയർന്നു നിൽക്കുന്ന മാളിക കണ്ടപ്പോൾ രാജകുമാരൻ കുതിരയുടെ ഇടത്തെ ചെവി തിരിച്ചു. മുകളിലെ മട്ടുപ്പാവിലാണ് ചെന്നിറങ്ങിയത്. പട്ടുകിടക്കയിൽ രാജകുമാരി ഇരുന്ന് വീണ വായിക്കുന്നു. ആരോ നെഞ്ചിൽ കൈവച്ചെന്ന് തോന്നി. പെട്ടെന്ന് ഞെട്ടിയുണർന്നു. എങ്കിലും കണ്ണു തുറന്നില്ല. നെഞ്ചിൽ ഒരു കൈത്തലം ഇരിക്കുന്നു. നിലവിളിക്കാനാണ് തോന്നിയത്. മോതിരമിട്ട് വിരലുകൾ മുഖത്ത് തടഞ്ഞു. ഞാനാണ് അപ്പുണ്ണി. ഒരു നിമിഷം. ഓ, മനസ്സിലായി. ഭയപ്പെടാനില്ല. കുപ്പിവളകളുടെ ശബ്ദം. നെഞ്ചിൽ വെച്ച കൈത്തലത്തിന് ചൂടുണ്ട്. വീണ്ടും കണ്ണുകൾ താനേ അടഞ്ഞു. ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് മനസ്സ് എത്തിക്കഴിഞ്ഞിട്ടില്ല. ചൂടുള്ള ശ്വാസം മുഖത്ത് തട്ടി പതുക്കെ ഒരു ശബ്ദം കേൾക്കുന്നു. പേടിയുണ്ടോ? തണുപ്പ് കൊണ്ട് ഓടിയ ശരീരത്തിലേക്ക് ചൂട് പകരുന്നത് പോലെ തോന്നി. പറക്കുന്ന കുതിരപ്പുറത്ത് രാജകുമാരനും രാജകുമാരിയും സഞ്ചരിക്കുകയാണ്. മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ. മേഘങ്ങൾ എന്ന് തോന്നിയവ പൂത്തു നിൽക്കുന്ന കാട്ടുമുല്ല പടർപ്പുകളാണ്. ചില്ലകളെയും വള്ളികളെയും തൊട്ടുരുമിക്കൊണ്ട് വേണം പോവാൻ.
കാട്ടുമുല്ലപ്പടർപ്പിലൂടെ പൂത്ത മരക്കുടിലുകളിലൂടെ കുതിര നീങ്ങുകയാണ്. പേടിച്ചിരണ്ട രാജകുമാരിയുടെ കൈകൾ രാജകുമാരനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. അവന് ശ്വാസം മുട്ടുന്നുണ്ടോ? കുറുകുന്ന മാടപ്രാവുകൾ പരന്നിരുന്ന് കൊക്കുകൾ ഉരുമുന്നു. അവനിപ്പോൾ എവിടെയാണ്? പറക്കുന്ന കുതിരയുടെ പുറത്ത് രാജകുമാരിയെ ഇരുത്തിയിരിക്കുകയാണ്. പട്ടുടുപ്പോൾ തലപ്പാവുമുള്ള രാജകുമാരൻ താൻ തന്നെയല്ലേ? വൃക്ഷക്കൂട്ടങ്ങളുടെ ഉയർന്ന ചില്ലകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞുകൊണ്ട് നീങ്ങുകയാണിപ്പോൾ. ഉയരത്തിലേക്ക് രാജകുമാരിയെയും രാജകുമാരനെയും വഹിച്ചുകൊണ്ട് മായക്കുതിര പൊങ്ങുകയാണ്. അപ്പുണ്ണിയേട്ടാ, അപ്പുണ്ണിയേട്ടാ! മാളുവിൻ്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. നേരെ എത്ര ആയിഷുണ്ടോ? അപ്പുണ്ണി പിടഞ്ഞെഴുന്നേറ്റിരുന്നു. കണ്ണു തിരുമ്മി മുണ്ട് ശരിയാക്കി അടച്ച ജനാല തുറന്നപ്പോൾ വെയിൽ അകത്തേക്ക് ഒഴുകി വന്നു. നേരം കുറേ ആയിരിക്കുന്നു. പെട്ടെന്നാണ് അവൻ എന്തോ ഓർമ്മ വന്നത്. രാത്രി മുഴുവൻ സ്വപ്നം കാണുകയായിരുന്നു. മഞ്ഞു മൂടിയ പുലർക്കാലത്ത് അകലെ കാണുന്ന കാഴ്ചകൾ പോലെ എല്ലാം അവ്യക്തമാണ്. മധ്യസ്ഥന്മാർ പലരും വന്ന് സംസാരിച്ചു. ഇനിയും തീരുമാനങ്ങളിൽ എത്തിയിട്ടില്ല. ഉമ്മറത്ത് നിന്ന് ഭാഗക്കാര്യം കേട്ടു തുടങ്ങിയാൽ അകത്ത് ഇരിക്കപ്പുറതി ഇല്ലാതാവുന്നത് അമ്മമ്മയ്ക്കാണ്. 66 കൊല്ലമായി അവർ പാർത്തു വരുന്ന തറവാടാണത്. അതിൽ കിടന്ന് തന്നെ മരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ദിവസവും ഒരു 10 പ്രാവശ്യം അവരത് ഉരുക്കഴിക്കാറുണ്ട്. കുട്ടമ്മാമയെ കാണുമ്പോഴെല്ലാം അമ്മമ്മ പറഞ്ഞു, എടാ, നിന്റെ കാലം കഴിഞ്ഞിട്ട് പോരെ ഈ ചട്ടും കലവും പങ്കുവെക്കല്. കുട്ടമ്മാമ ഒന്നും മിണ്ടാറില്ല. വലിയമ്മയ്ക്ക് തോണിക്കടവിനടുത്തുള്ള 3 പൂവല് വിളയുന്ന നിലം തൻ്റെ പങ്കിൽ കിട്ടണം. അവർക്കും ആവലാതിയുണ്ട്. ഞാനും എൻ്റെ കുട്ടികളും കഷ്ടത്തിലാവും. ഞങ്ങളുടെ കാര്യം പറയാൻ ആരാ ഉള്ളത്? വക്കീൽ കുമാരൻ നായരും കോരുകുട്ടി പണിക്കരും വരാത്ത ദിവസമില്ല. എത്ര എളുപ്പത്തിൽ ഭാഗിക്കാനൊന്നും കഴിയില്ല എന്നാണ് പണിക്കർ പറയുന്നത്. പറമ്പുകൾ പലയിടത്തായിട്ടാണ്. അളക്കണം, വില കിട്ടണം, ചിലതിലെല്ലാം കടമുണ്ട്, താവഴികൾ തിരിക്കണം. ഇതൊക്കെ തുടങ്ങണമെങ്കിൽ ഓഹരികളുടെ കാര്യം ആദ്യം തീർച്ചപ്പെടണം. വലിയ മാമയ്ക്ക് 2 ഓഹരി വേണമെന്നാണ് വാദം. വളരെ കൊല്ലമായി തറവാട്ട് ഭരണം നടത്തുന്നുണ്ട്. കാരണവർക്ക് 2 ഓഹരി സ്വത്ത് കൊടുക്കുന്നത് പണ്ടും പതിവാണ്. തന്നെക്കൊണ്ടാണ് തറവാട്ടിൽ പല അഭിവൃദ്ധിയും ഉണ്ടായിരിക്കുന്നത്. അത് കുമാരൻ നായർ കുട്ടമ്മാമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കുട്ടമ്മാമ കാർക്കിച്ചു തുപ്പിയത്രേ. അഭിവൃദ്ധി ഉണ്ടായതേ ഈ തറവാട്ടിലല്ല, പൂന്തോട്ടത്തിലാണ്. വലിയ മാമയും കുട്ടമ്മാമയും തമ്മിൽ നേരിട്ട് കാണാറില്ല. പണിക്കരും കുമാരൻ നായരുമാണ് അവർക്കിടയിൽ സംസാരിക്കുക. വലിയ മാമ തീർത്തു പറഞ്ഞിരിക്കുന്നു, 2 ഓഹരി സ്വത്ത് തരാൻ സമ്മതമുണ്ടെങ്കിൽ, വടക്കൻ പാടം സ്വകാര്യ സ്വത്താണെന്ന് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഭാഗിക്കാം. ഇല്ലെങ്കിൽ ഭാഗം വാങ്ങണ വഴിയൊന്ന് നിൽക്കി കാണണം. അപ്പോഴാണ് മധ്യസ്ഥം പറയാൻ അധികാരി കളത്തിൽ നമ്പ്യാർ വന്നത്. അന്ന് അപ്പുണ്ണിക്ക് ഒഴിവ് ദിവസമായിരുന്നു. അവസാനത്തെ കൊല്ലമാണ്. ഗവൺമെൻറ് പരീക്ഷയാണ്. അധികം വായിക്കാനുണ്ട്. തീർപ്പുണ്ടാക്കുന്ന ദിവസമാണെന്ന് നേരത്തെ കേട്ടിരുന്നു. അതുകൊണ്ട് വക്കീൽ കുമാരൻ നായരും കോരുപണിക്കരും വന്നപ്പോൾ തെക്കിനിയിലെ ചാരുപടിക്കടുത്ത് ചെന്നു നിന്നു. അധികാരി വന്നത് പിന്നീടാണ്. കളത്തിൽ നമ്പ്യാർ നാട്ടുപ്രമാണിയാണ്. അയാൾ പടി കയറുന്നത് കണ്ടപ്പോഴേക്കും പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് ചാരുകസേര ഉമ്മറത്തേക്കെത്തി. എല്ലാം കൊണ്ടുവരാൻ അകത്തേക്ക് കൽപ്പന പോയി. അധികാരിയെ ആദ്യമായി കാണുകയാണ് അപ്പുണ്ണി. ആ മനുഷ്യൻ പടി കയറുന്നത് അപ്പുണ്ണി കണ്ടു. കറുത്തു തടിച്ച് ഉയരം കുറഞ്ഞ് മേലാകെ രോമം നിറഞ്ഞ ഒരു കഷണ്ടിക്കാരൻ. കണ്ടിട്ട് കാലം കുറേയായി ഇരിക്കുക എന്ന് വലിയമ്മാമ പറഞ്ഞപ്പോൾ അയാൾ ഉറക്കി ഒരു പൊള്ളച്ചിരി ചിരിച്ചു. നാട് മുഴുവൻ മുഴങ്ങുന്നുണ്ടെന്ന് തോന്നും അയാളുടെ ചിരി. വയസ്സ് കാലല്ലേ, കൈ എത്തണോടത്ത് കാലെത്തില്ല. വക്കീൽ കുമാരൻ നായരും പണിക്കരും ബഹുമാനം കാണിച്ചുകൊണ്ട് ചുറ്റിപ്പറ്റി നിന്നു. കുട്ടമ്മാമ അവർ കാണാത്ത ഒരിടത്ത് കിഴക്കേ കോലായിൽ കുന്തിച്ചിരുന്ന് നഖം കൊണ്ട് കുറിക്കുകയും വരയ്ക്കുകയും ചെയ്യുകയാണ്. തെക്കിനിയിലെ മെത്താരണക്കടുത്ത് വലിയമ്മയും മക്കളും സ്ഥലം പിടിച്ചിട്ടുണ്ട്. വാഴാവിൽ അമ്പലത്തിലെ തടപ്പള്ളി വീണ്ടും പണി ചെയ്യിക്കേണ്ടതിനെ പറ്റിയാണ് വലിയമ്മാമയും അധികാരിയും സംസാരിച്ചു തുടങ്ങിയത്. ഭാഗക്കാര്യത്തിലേക്ക് കടക്കാത്തത് കൊണ്ട് വിഷമിക്കുന്നത് വക്കീൽ കുമാരൻ നായരാണെന്ന് തോന്നും അയാളുടെ നിൽപ്പും നടപ്പുമെല്ലാം കണ്ടാൽ. അപ്പോൾ കുഞ്ഞീഷ്ണൻ നായരെ, മരുവൻ ഭാഗം കിട്ടണമെന്നൊക്കെ വന്നു പറഞ്ഞു. പുറത്തും സംസാരമുണ്ട്. അങ്ങനെ അധികാരി തന്നെയാണ് വിഷയത്തിലേക്ക് കടന്നത്. വലിയ മാമ മുറ്റത്തിറങ്ങി മുറ്റത്തിൻ്റെ വക്കിലേക്ക് നടന്ന് വാഴത്തടത്തിലേക്ക് ഒച്ചയോടെ തുപ്പി തിരിച്ചു വന്ന് പറഞ്ഞു, ഭാഗിച്ചോട്ടെ. അധികാരി വീണ്ടും ഉച്ചത്തിൽ ചിരിച്ചു. അങ്ങനെ പറഞ്ഞോണ്ടായില്ലല്ലോ. ഭാഗിക്കണേന് നിക്കെന്താ, ഈ കീറാമാറാപ്പ് എൻ്റെ തലേന്ന് പോയി. പക്ഷേ അധികാരി, ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാച്ചാ കുഞ്ഞീഷ്ണൻ നായർ പറ. ഈ തറവാട് അധികാരി കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അച്ചുമ്മ ഉണ്ടായിരുന്ന കാലത്ത് നായര സമുദായത്തിലുണ്ടായിരുന്നില്ല ഇവിടുത്തെ എന്തിനല്ല. നിക്കറിയും. അതാ പറഞ്ഞത്, അധികാരിക്കറിയും.
ഇപ്പോഴത്തെ ചെറുബാല്യക്കാർക്ക് അറിയില്ല. 64 ആളാ ഭാഗിക്കുമ്പോൾ. കൊത്തിപ്പിരിഞ്ഞ് പോയപ്പോൾ ശ്രീത്വം മുക്കാലും പോയി. എന്നാലും ഒരു ഭഗവതി ഇരിക്കണ സ്ഥലാ. അത് അധികാരിക്ക് നിശ്ചയുണ്ടല്ലോ. അധികാരി അറിയാം എന്നർത്ഥത്തിൽ തലയാട്ടി. എന്നാ ഇനി ഒരു കാര്യം കേൾക്കണോ അധികാരിക്ക്? പഴയ പേരും ഈ പൊളിഞ്ഞു വീഴാറായ നാലുകെട്ടും ഒക്കെ തന്നെയുള്ളൂ. ഞാൻ പിന്നെന്താ, കാരണന്മാരായിട്ടുള്ളതിനെ കടുമണി വ്യത്യാസമില്ലാതെ ഒക്കെ കൊണ്ട് നടക്കണമെന്ന് മാത്രം. കഴിഞ്ഞിട്ടില്ല, എന്നാലും ഒക്കെ എത്തിക്കണത് ഞാനായോണ്ടാ. തമ്മി തച്ച് ചട്ടിയും കലവും പകുത്താൽ വലിയ മാമ കുറച്ചിടം നിർത്തി. കുറെ കൂടി ഗൗരവം കലർന്ന സ്വരത്തിൽ ആംഗ്യത്തോടെ പറഞ്ഞു, പെരത്തറയിലെ എള്ളുത്തെറിയാൻ അധിക കാലം വേണ്ടി വരില്ല. അപ്പോൾ പതുക്കെയെങ്കിലും കനമുള്ള ഒരു ശബ്ദം കേട്ടു. അല്ലാണ്ട് തന്നെ അതാവും. അധികാരി നോക്കി. കുട്ടമ്മാമ മുന്നിലേക്ക് വന്നിരിക്കുന്നു. കുട്ടമ്മാമയെ കണ്ടുവെന്ന് നടിക്കാതെ വലിയമ്മാമ തുടർന്നു, നിന്റെ കണ്ണടയണ വരെ ഒക്കെ ആ പഴയ ചിട്ടയിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അധികാരി രണ്ടുപേരെയും ഒന്ന് നോക്കി. കുഞ്ഞിഷ്ടൻ നായർ പറയണതിൽ കാര്യമുണ്ട്. കുട്ടൻ നായർക്ക് ഭാഗം കിട്ടണമെന്ന് തന്നെയാ ഷാഠ്യം. അങ്ങനെ വരുമ്പോൾ എന്താ കുട്ടൻ നായരെ? കുട്ടമ്മാമ മുറ്റത്തിറങ്ങി കൈ പിണച്ചു കെട്ടി നിന്നു. കുട്ടൻ നായരെ, ഞാൻ ഒരു സംഗതി പറയാം. ഇവിടെ നിങ്ങൾ അമ്മാമി മരിയക്കളും ഉള്ളൂ. ഒക്കെ തമ്മിൽ പറഞ്ഞ് ശരിയാക്കിക്കൂടെ? അധികാരി പറയണത് മനസ്സിലാവണില്ല. കുട്ടമ്മാമ അധികാരിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് മുറ്റത്ത് 2 ചാൽ നടന്നു. അധികാരി ഉറക്കെ ചിരിച്ചു. കുട്ടൻ നായർക്ക് കൊല്ലത്തിൽ ഇന്നത് ഒരു കണക്ക് വെച്ച് തരാൻ വ്യവസ്ഥ ഉണ്ടായാൽ പോരെ, എന്തിനാ ഭാഗിക്കണേ? കുട്ടമ്മാമ പെട്ടെന്നൊരു ഉത്തരം പറഞ്ഞില്ല. വക്കീൽ കുമാരൻ നായർ ഒരു വിഡ്ഢിയെ പോലെ ചിരിച്ചുകൊണ്ട് നിർത്തി പറഞ്ഞു, ഇവിടുന്ന് പറഞ്ഞേന്തി കുട്ടനായരുടെ ആവശ്യം? എനിക്കറിയാം. അധികാരി അയാളെ മുഴുമിപ്പിക്കാൻ അനുവദിച്ചില്ല. നിങ്ങളുടെ പരിഭ്രമം കണ്ട ഭാഗം കിട്ടണം നിങ്ങൾക്കത് തോന്നുമല്ലോ. വക്കീൽ കുമാരൻ നായർ വീണ്ടും ഒരു വിഡ്ഢിയെ പോലെ ചിരിച്ചു. എന്താ കുട്ടൻ നായരെ? അതൊക്കെ കുറേ നേരത്തെ ആവായിരുന്നല്ലോ. കുട്ടമ്മാമ മുറ്റത്ത് നിന്ന് ഉമ്മർത്തൂണിനടുത്തേക്ക് വന്നു. അധികാരി ഇരിക്കുന്ന കസേരയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അധികാരി നിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. നിക്കും വയസ്സൊക്കെ ഇത്തിരിയായി. 10-14 വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ തന്തയാണ് ഞാൻ. കോണെടുത്ത് നടക്കണ കാലത്ത് തുടങ്ങിയതാ ഈ പണി പേറാൻ. എന്നിട്ട് നിക്ക് എന്ത് തേങ്ങാക്കൊലയാണ് കിട്ടിയത്? കൊല്ലത്തിൽ 4 മുണ്ടും 5 പറ നെല്ലും. അധികാരി കേൾക്കണം. വല്ലോൻ്റെ അടുക്കളയിൽ കൊള്ളിന്താൻ പോയിരുന്നെങ്കിൽ ഇതിലധികം കിട്ടിയിരുന്നില്ലേ? അധികാരി മുറുക്കാൻ ചവച്ചുകൊണ്ട് നിശബ്ദം കേട്ടു. കുട്ടമ്മാമയ്ക്ക് പറയാനുള്ളത് തീർന്നിട്ടില്ല. തറവാട്ടുകാരെ നോക്കണേൻ്റെ കഷ്ടപ്പാട് ഇവിടെ പറയണ കേട്ടു. മരുമക്കൾ നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ വാരി വലിച്ച് കൊണ്ടെന്ന് കൂട്ടല്ലേ ചെയ്തിരുന്നത്. ഭാഗിക്കണോണ്ടല്ല തറവാട് പൊളിയ. വലിയ മാമ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നാണ് കരുതിയത്. അല്ല, അനങ്ങാതിരിക്കുകയാണ് വലിയ മാമ. വലിയ മാമ ഇങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കുമെന്നോ? അപ്പുണ്ണിക്ക് അത്ഭുതം തോന്നി. കുട്ടമ്മാമയുടെ ശബ്ദം ഉയർന്നു. അധികാരി ഇതും കൂടെ കേൾക്കണം. വടക്കേ പാട്ട് എന്തു വന്നാലും കാരണവർക്ക് പരിഭ്രമം ഉണ്ടാവില്ല. പൂന്തോട്ടത്തുകാരെ നേരെ ആവണില്ലേന്ന് നോക്കിയാൽ മതി. വലിയ മാമ ഇരുന്നിടത്ത് നിന്ന് കുട്ടമ്മാമയെ നോക്കി ഞെരുങ്ങുന്ന ശബ്ദത്തിൽ വിളിച്ചു, എടാ, ഒളിച്ചു വെച്ചിട്ട് ഇനി കാര്യമൊന്നുമില്ല. മധ്യായപ്പെട്ട ആളോട് തന്നെയാ പറയണത്. വലിയ മാമ ആകെ നിന്ന് വിറയ്ക്കുകയായിരുന്നു. നന്ദിയില്ലാത്തോനെ, നീ പറയ്, നിന്റെ തന്തയുടെ സമ്പാദ്യം ഞാൻ ഇവിടെ കൊടുത്തത്. നിന്റെ തന്തയുടെ. അധികാരി മയപ്പെടുത്താൻ പറഞ്ഞു. ക്ഷമിക്കും കുഞ്ഞീഷ്ണൻ നായരെ, ചെറുപ്പക്കാരുടെ കഥയില്ലായോണ്ട് ഓരോന്ന് പറയും. എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല. അവിടെ വെച്ചടി കേറ്റാ. എങ്ങനെ? അവിടുന്ന് ആരെങ്കിലും വന്നാൽ എൻ്റെ പെങ്ങന്മാർ ചോറും കൂട്ടാനും പത്തായപ്പൊരയിലേക്ക് കെട്ടണം. പൂന്തോട്ടത്തുകാരുടെ വെള്ളാട്ടിയോളും ദാസ്യോളും അല്ലേ ഇവിടുത്തെ പെണ്ണുങ്ങൾ. കാശിന് ഗതിയില്ലാത്തതുകൊണ്ട് കിടന്ന കൂട്ടരാ. തെക്കിനിയിലേക്ക് ഒച്ച കേട്ട് വന്ന അമ്മമ്മ ഇടറുന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, കുട്ടാ, മാളോരെ ഭയപ്പെടണട്ടോ. കുട്ടൻ നായരെ, അധികാരി വിളിച്ചു. കുട്ടമ്മാമ കലി കൊണ്ട പോലെ വീണ്ടും പറയുകയാണ്, ചെറമനെ പോലെ പണിയെടുക്കുക, എന്നിട്ടോ പുഴുത്ത പട്ടിക്ക് സമം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലും അധ്വാനിച്ചാൽ അത് കാണുമല്ലോ. നമുക്ക് ഒറ്റയ്ക്കും വഴി ഉണ്ടാക്കാം. വലിയ മാമ മുറ്റത്ത് മെതിയടി ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പറയാനുള്ളതെല്ലാം പറയട്ടെ എന്നൊരു ഭാവമായിരുന്നു മുഖത്ത്. കുട്ടമ്മാമ പിന്നെ ഒന്നും പറയുന്നില്ലെന്ന് കണ്ട് വലിയ മാമ അധികാരിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, അധികാരി, എന്നോട് ചലച്ചല്ലോ ഇപ്പോൾ ഒരുത്തൻ. അവനൊക്കെ വലിയ മാമയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. വിറ്റിൻ്റെ തന്ത മരിച്ച കാലത്ത് ചിരട്ടയിലും പ്ലാലയിലും അല്ലാത്ത പ്രായ ഞാനാ വിറ്റിനെ രക്ഷിച്ചത്. എന്നിട്ടിപ്പോൾ എൻ്റെ മേക്കെട്ട് കയറാൻ വന്നിരിക്കണോ? ഇവിടെ മുമ്പുണ്ടായിട്ടില്ല ഇത്. കുറേ നേരത്തേക്ക് പിന്നീട് ആരും സംസാരിച്ചില്ല.
വലിയമ്മാമയാണ് പിന്നെ പറഞ്ഞത്. അധികാരി, ഇനി ഇതൊക്കെ കൂട്ടിപ്പിടിച്ച് നിൽക്കാൻ കഴിയില്ല. ഭാഗിക്കാം. അധികാരിനെ എന്തൊക്കെയാ വേണ്ടച്ചാ ചെയ്യണം. അകത്തു നിന്ന് അമ്മമ്മ പുതച്ച് തോർത്തിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. ഈ കീറാമാറാപ്പ് പേറിയൻ്റെ വക നിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ പറയണ, നിക്ക് 2 ഓരി മുതൽ വേണം. നിക്ക് വെറ്റിൻ്റെ ഒരു കാശും അധികം വേണ്ട. അതുകൊണ്ടല്ല, തറവാട്ടുകാരനോരായ അങ്ങനെയാ പണ്ടേ. നടക്കില്ല. കുട്ടമാമയ്ക്ക് വീണ്ടും ശബ്ദം പൊങ്ങി. അധികാരി കുട്ടമാമയെ ഉപദേശിച്ചു. അങ്ങനെ പറയരുത് കുട്ടനായരെ, അതൊക്കെ നാട്ടുനടപ്പല്ലേ. ആ കാലമൊക്കെ പണ്ടേരുന്ന്. അപ്പുണ്ണിക്ക് പിന്നെ കേൾക്കാൻ കഴിഞ്ഞില്ല. മീനാക്ഷിയെ അടുത്ത് വന്ന് വിളിച്ചു. അട്ടത്ത് നിന്ന് കുറച്ച് വിറകെടുത്തു കൊടുക്കാൻ. അവൻ്റെ സഹായം ആവശ്യപ്പെടാറുള്ള പ്രവൃത്തികളിൽ ഒന്നാണത്. മീനാക്ഷി എടുത്തി കോണി പിടിച്ചു കൊടുക്കും. അവൻ കയറി വിറക് താഴത്തേക്ക് ഇട്ടുകൊടുക്കും. എന്തൊക്കെയാണ് ഉമ്മർത്ത് നടക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്, അവന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഒരു നാടകം കാണുന്ന രസമേ തോന്നിയുള്ളൂ. രംഗത്ത് വെച്ച് അമ്മാമന്മാർ ഏറ്റുമുട്ടുന്നത് കൊള്ളാം. സന്ധ്യയ്ക്കാണ് അധികാരി നമ്പ്യാർ പോയത്. വക്കീൽ കുമാരൻ നായർ ആകെ നിരാശനായി. അകത്തേക്ക് വന്നപ്പോൾ വലിയമ്മാമ ചോദിച്ചു, എന്താ ഒരു തീർച്ചയും മൂർച്ചയായോ? കാരണോര് ഉറച്ചിട്ടെന്നെയാ. വടക്കുംപാട സ്വകാര്യമാണെന്ന്. പിന്നെ 2 ഓരി മുതലും. കുട്ടൻ അതിനെന്താ പറയണ്? അയാൾക്ക് ചൊടിയില്ലാഞ്ഞിട്ടാ. കോടതിയിൽ കേസ് ഫയലാക്കണം. അപ്പം കാണാൻ കളി. ഞാൻ എത്ര ഭാഗം കണ്ടതാ. ഇതുപോലെ ഏഴഞ്ഞൊന്ന് എൻ്റെ ആയുസിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. ചെടിച്ചു പോവുക മനുഷ്യൻ. വക്കീൽ കുമാരൻ നായർ അകത്തും ഒരു വേണ്ടപ്പെട്ട ആളാണ്. അയാൾ യാത്ര പറയാൻ അമ്മമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മമ്മ പറഞ്ഞു, കുമാരാ, നീ ഒരു കാര്യം ചെയ്യണം. എന്താ കുഞ്ഞിക്കാളമ്മേ? നിക്കിനി സ്വത്തും വേണ്ട, മുതലും വേണ്ട. നിക്കിനി വേണ്ടത് ഒരു മാവാ. വക്കീൽ കുമാരൻ നായർക്ക് എന്താണ് അമ്മമ്മ പറയുന്നതെന്ന് മനസ്സിലായില്ല. എന്താ ഞാൻ വേണ്ടത് കുഞ്ഞിക്കാളമ്മേ? നിക്കേ, ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കണ്ണടയ്ക്കണമെന്നാണ്. അതിന് നിങ്ങളൊക്കെ കൂടി സമ്മതിക്കില്ല എന്നാ തോന്നണത്. ഞാൻ എന്താ പറയണ്ട്? ഒന്നും പറയണ്ട. അയാൾ തല ചൊറിഞ്ഞുകൊണ്ട് കുറച്ച് അവിടെ നിന്നു. എന്നിട്ട് പതുക്കെ പുറത്തു പോയി. കുറച്ചു ദിവസത്തേക്ക് പിന്നെ സംസാരമൊന്നും ഉണ്ടായില്ല. എല്ലാം ഒന്ന് അടങ്ങിയ പോലെ തോന്നി. ഓർക്കാതിരിക്കുമ്പോഴാണ് പിന്നെ ഒരു കുഴപ്പം പൊട്ടി പുറപ്പെട്ടത്. വലിയ മാമയ്ക്ക് രജിസ്റ്റർ നോട്ടീസ് വന്നിരിക്കുന്നു. കുട്ടമാമയാണ് അന്യായക്കാരൻ, മറ്റെല്ലാവരും പ്രതികൾ. അന്ന് പകലും രാത്രി കിടക്കുന്നത് വരെയും വലിയ മാമ മുറ്റത്ത് തന്നെയായിരുന്നു. പകൽ മുഴുവൻ അകത്തുള്ളവരെ അടച്ച് ശകാരിക്കുക തന്നെ. ഇടയ്ക്ക് പത്തായപ്പുരയിലേക്ക് കയറിപ്പോകും. പിന്നെ ഇറങ്ങി വരുമ്പോൾ മുഖം കുറേ കൂടി ചുവന്നിട്ടുണ്ടാവും. അതിലിടയ്ക്ക് അമ്മിണിയടത്തിയെ വിളിച്ചു. എവിടെടി അമ്മിണി? അമ്മിണിയടത്തി പത്തായപ്പുരയിൽ നിന്ന് ഇറങ്ങി വന്നു. നാളെ നിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടോ? ഇതിനി നിന്റെ അച്ഛൻ്റെ വീടല്ല. അമ്മിണിയടത്തി ഒന്നും മിണ്ടാതെ നിന്നു. നിനക്കൊരു വീടും ആളുകളും ഉണ്ടാവുമ്പോൾ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മിണിയടത്തി പതുക്കെ പത്തായപ്പുരയ്ക്കുള്ളിലേക്ക് തന്നെ പോയി. അന്ന് രാത്രി കോണിമുറിയിൽ അപ്പുണ്ണി കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. വെളുപ്പാങ്കാലത്തെ സ്വപ്നം പോലെ ഒരു രാത്രിയെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ മങ്ങിക്കിടക്കുന്നു. അമ്മിണിയടത്തി പോയാൽ ഇനി വരില്ലേ? അമ്മിണിയടത്തിയെ നേരെ കാണുമ്പോൾ പണ്ട് പരിഭ്രമമായിരുന്നു. എന്നാലും അവർ മുടിയഴിച്ചിട്ട് വേർപ്പെടുത്തി നിൽക്കുന്നത് കാണണം. കുത്തഴിയിലൂടെ അവർ കാണാതെ സന്ധ്യയ്ക്ക് മുമ്പ് അവർ മങ്ങിയ വെളിച്ചത്തിൽ മുറ്റത്ത് നിൽക്കുന്നത് അവൻ നോക്കി നിൽക്കും. ഒച്ചയും അനക്കവുമില്ല. അവൻ വെറുതെ ചെവിയോർത്ത് കിടന്നു. അമ്മിണിയടത്തി ഉറങ്ങിയിരിക്കും. എന്നാലും ഒരു സംശയം അമ്മിണിയടത്തി വരുമോ? വെറുതെ ഒരു തോന്നലാണ്. കോണി ശബ്ദിക്കുന്നുണ്ടോ? കോണിപ്പടി ശബ്ദിച്ചുവെന്ന് തോന്നി. ഉവ്വ്, ശബ്ദിക്കുന്നുണ്ട്. ഹൃദയം വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ അലയുന്ന ശബ്ദം. അവൻ്റെ ദേഹത്ത് കൈതൊട്ടപ്പോൾ അവൻ കൈപിടിച്ചു. ഒന്നും മിണ്ടാതെ അവൻ പായൽ എഴുന്നേറ്റിരുന്നു. അമ്മിണിയെടുത്തി തൊട്ടടുത്തിരിക്കുന്നു. അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അണച്ചു പിടിച്ച് അവർ വെറുതെ ഇരിക്കുകയാണ്. എത്ര നേരമാണ് ഇങ്ങനെ ഇരുന്നതെന്നറിയില്ല. അപ്പുണ്ണി, പതുക്കെ അവർ വിളിച്ചു. അവരുടെ വിരലുകൾ അവൻ്റെ പുറത്ത് ഓടി നടക്കുകയായിരുന്നു. നാളെ ഞാൻ പോവുകയാണ് അപ്പുണ്ണി. അപ്പുണ്ണിക്ക് അവരുടെ മുഖം കാണണമെന്നുണ്ടായിരുന്നു. ഇരുട്ടാണ്, ഒന്നും കാണാൻ വയ്യ. ഇനി എന്നാണ് വരുന്നതെന്ന് അവൻ ചോദിച്ചില്ല. പക്ഷേ ആ ചോദ്യം മനസ്സിൽ നിറഞ്ഞു നിന്നു. ചുമലിലൂടെ വീണ് കിടക്കുന്ന കൈത്തണ്ടിയിലെ കുപ്പിവളകൾ അവൻ തിരിപ്പിടിച്ചു. അപ്പുണ്ണി നിൻ്റോടേക്ക് വരുമോ? വരില്ല. എങ്ങനെ വരാനാണ്? ഞാൻ ഇങ്ങോട്ടിനി വരില്ല. സന്ധ്യയ്ക്ക് മുമ്പ് മങ്ങിയ വെളിച്ചത്തിൽ അവർ മുടിയഴിച്ച് വേർപ്പെടുത്തി നിൽക്കുന്നത് ഇനി കാണാൻ പറ്റില്ല. എന്താ മിണ്ടാത്തത്? ദേഷ്യമുണ്ടോ? അപ്പുണ്ണി വലിയ ആളാവും. അപ്പോൾ അമ്മിണിയടത്തിനെ മറക്കരുത്. മറക്കുവോ? ഇല്ല, മറക്കാനാവില്ല. നിലവിളക്കിൻ്റെ പ്രഭ ഓളം വെട്ടുന്ന
നഗ്നമായ മാറിടവും അഴിഞ്ഞൊലയുന്ന മുടിക്കെട്ടുമായി കവുങ്ങിൻ പൂക്കില പിടിച്ചിരുന്ന് ഉറയുന്ന സർപ്പസുന്ദരിയുടെ ചിത്രം മറക്കാനാവില്ല. ഇല്ല എന്ന് മാത്രം അവൻ പറഞ്ഞു. കുറേ നേരം അങ്ങനെയിരുന്നു. വല്ലാത്ത നെഞ്ചിടിപ്പ് അപ്പോഴും മാറിയിട്ടില്ല. പോയി കിടക്കട്ടെ, അപ്പുണ്ണി ഉറങ്ങിക്കോളൂ. എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ്റെ ചെവിക്കടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് ചിരിയും കരച്ചിലും കലർന്ന സ്വരത്തിൽ അമ്മിണിയെടുത്തി പറഞ്ഞു. പേടിപ്പെടുത്താൻ ഇനി അമ്മിണിയെടുത്തി വരില്ല കേട്ടോ. കോണിപ്പണികൾ വീണ്ടും ശബ്ദിച്ചു. തനിയെ കണ്ണു തുറന്ന് കിടക്കുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥ്യം തോന്നി. പിറ്റേന്ന് രാവിലെ അമ്മിണിയെടുത്തി പുറപ്പെട്ടു. അമ്മാമ്മ ഈർക്കിലക്കരയുള്ള വേഷ്ടി നിവർത്തി ചുമലിലിട്ട് കുടയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. അമ്മിണിയെടുത്തി ഓരോരുത്തരോടായി യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ അപ്പുണ്ണി പടിഞ്ഞാറ്റേ മുറ്റത്ത് വൈക്കോൽ മുടയ്ക്ക് പിന്നിൽ പച്ച പിടിച്ച മതിലിൽ കരിങ്കൽ കൊണ്ട് ചിത്രം വരച്ചു നിന്നു. പോകുമ്പോൾ അപ്പുണ്ണി കണ്ടില്ല. ഉമ്മറത്ത് വന്നപ്പോൾ പടിക്കൽ ദൂരെ പറമ്പിൻ്റെ അറ്റത്ത് നീല ജാക്കറ്റ് മറയുന്നു.